കിരാന ഹിൽസിലുള്ള പാകിസ്ഥാന്റെ ആണവ കേന്ദ്രം ആക്രമിക്കുക എന്ന് പറയുന്നത് അത് അത്രയ്ക്ക് എളുപ്പമുള്ള ഒരു കാര്യമല്ല. അത്രയും അവരൊരു സുരക്ഷാ വലയം നിർത്തി സംരക്ഷിച്ചു പോരുന്ന ആണവ കേന്ദ്രത്തിന് നേരെ ഒരു ആക്രമണം. ഇതറിഞ്ഞ് ഈ വാർത്ത പുറം ലോകം അറിയുന്നതിനേക്കാൾ മുന്നേ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു അമേരിക്കയുടെ വിമാനങ്ങൾ അവിടെ പറഞ്ഞിറങ്ങിയിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ ലോകരാജ്യങ്ങൾ ഒരു സുരക്ഷയൊരുക്കുന്നു, അമേരിക്ക ഉൾപ്പെടെ. അപ്പോഴും ഈ കിരാന ഹിൽസിൽ ആണവ കേന്ദ്രം ആക്രമിക്കപ്പെട്ടു എന്നുള്ള വാർത്ത ഭീതി പരത്തുന്നതാണ്. നമുക്കറിയാം, ഒരു ആണവായുധം അല്ലെങ്കിൽ ആണവ ബോംബ് പതിച്ചാൽ 50 കിലോമീറ്റർ ചുറ്റളവിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഭവിഷ്യത്ത് എന്താണെന്നുള്ളത്. 10 കിലോമീറ്റർ കെട്ടിടങ്ങളോ വീടുകളോ ഒരു ജീവനും, മനുഷ്യജീവൻ ഉൾപ്പെടെ ഒരു ജീവനും ഉണ്ടാവില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ലോകത്തിന് തന്നെ ഭീഷണിയായി നിൽക്കുന്ന ഒരു സംഗതി, അത്തരം ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ വരെ ഇന്ത്യ മുതിർന്നു എന്നുള്ളത് ഇന്ത്യയെ പ്രകോപിപ്പിച്ചതാണ്, നമുക്കറിയാം. ഇത്തരത്തിൽ അമേരിക്ക ഉൾപ്പെടെ പാകിസ്ഥാനിലേക്ക് എത്തുമ്പോൾ ഇനി എന്താവാം സ്ഥിതി? ഇതിനകത്ത് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ നടത്തിയിരുന്ന ചെറുത്തുനിൽപ്പിനകത്ത് എന്തൊക്കെ സംഭവിച്ചു എന്നതിനെ പറ്റി വ്യക്തതയില്ലായിരുന്നു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നതിനെ പറ്റി വ്യക്തത വരുത്തി നമ്മൾ പത്രസമ്മേളനം നടത്തി. അപ്പോഴും ഈ യുദ്ധം ഈ മീഡിയയിൽ കൂടിയും വ്യാജ പ്രചരണത്തിൽ കൂടി മാത്രം ജയിച്ചിരുന്ന പാകിസ്ഥാനാണ്. അപ്പം കഴിഞ്ഞ 2 ദിവസമായിട്ട് പാകിസ്ഥാനകത്ത് സംഭവിച്ച കാര്യങ്ങളൊക്കെ വെളിയിൽ വന്നു തുടങ്ങിയപ്പോഴാണ് ആണവ കേന്ദ്രങ്ങളുടെ നിയന്ത്രണം ഉൾപ്പെടെ നിയന്ത്രിക്കുന്ന സംവിധാനം ഉൾപ്പെടെ ആണവ കേന്ദ്രം ഈ പറയുന്ന കരീന ഹിൽസിൽ ആണവ കേന്ദ്രമുണ്ട്. അതുപോലെ ഈ സർഗോദ എന്ന് പറയുന്ന സ്ഥലത്ത് അവര് ഈ ആണവ ആയുധങ്ങൾ അല്ലെങ്കിൽ വെച്ചിരിക്കുന്ന സ്ഥലമാണെന്നൊക്കെ പറയുന്നത് ആഭ്യന്തര കാര്യമാണ്. പക്ഷെ അതൊക്കെ ഇപ്പൊ വെളിയിൽ വരുന്നു. അപ്പൊ ഇവിടെ ഉൾപ്പെടെ കരീന ഹിൽസ് ഉൾപ്പെടെ ആക്രമിക്കുന്ന രീതിയിലേക്ക്, നമ്മുടെ ബ്രഹ്മോസ് ഉപയോഗിച്ച് ആക്രമിക്കുന്ന രീതിയിലേക്ക് പോകുന്നു. അതുവരെ ഇടപെടാതിരുന്ന അമേരിക്ക ആണവ കേന്ദ്രങ്ങൾ, ആണവ റിയാക്ടറുകൾ, ആണവ ആയുധങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് വരെ എത്തി. അല്ലെങ്കിൽ ഇന്ത്യ വിചാരിച്ചതുപോലെ അവിടെ ആക്രമിക്കാൻ, ആണവ ആയുധത്തിനകത്ത് ആക്രമണം ഉണ്ടാക്കാൻ വേണ്ടി ഇന്ത്യ ശ്രമിച്ചിരുന്നില്ല. പക്ഷെ ആണവായുധം എടുത്ത് പ്രയോഗിക്കാൻ സാധ്യമാവാത്ത രീതിയിലേക്ക് അതിന്റെ സിസ്റ്റം മൊത്തം ബ്ലോക്ക് ചെയ്യുന്നതിനും അല്ലെങ്കിൽ ആ ഇരിക്കുന്ന ഇടത്തോട്ട് കയറാൻ പറ്റാത്ത രീതിയിൽ അതിന്റെ സംവിധാനങ്ങൾ മൊത്തം തകർക്കുകയും ചെയ്തപ്പോഴാണ് അമേരിക്ക ഇടപെടാൻ ചെയ്തത്. അമേരിക്ക ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജി അല്ലെങ്കിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ നോക്കുന്നിടത്തുനിന്ന് അതിനുശേഷം അവിടെ അമേരിക്ക ഇറങ്ങുന്നു, അമേരിക്ക നിരീക്ഷണം നടത്തുന്നു, അമേരിക്കൻ ഫ്ലൈറ്റുകൾ അവിടെ വരുന്നു. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആണവായുധം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ഒരുപക്ഷെ അമേരിക്കയുടെ നേതൃത്വത്തിലാണ് പാകിസ്ഥാനിലുള്ള ആണവായുധം എന്തിനുപയോഗിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കുന്നു, എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അത് സുരക്ഷിതമാണോ എന്നൊക്കെ നിരീക്ഷിക്കുന്ന ഒരു കസ്റ്റോഡിയൻ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ആയിരുന്നു, അല്ലെ അമേരിക്ക ആയിരുന്നു എന്ന് തോന്നത്തക്ക രീതിയിലേക്കാണ് ഇപ്പൊ വാർത്തകൾ വരുന്നത്. അതൊക്കെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ. ആര് കൊടുത്തു പാകിസ്ഥാൻ ആണവായുധം എന്നതിനെ പറ്റി പോലും രഹസ്യമാണല്ലോ. കൊറിയ കൊടുത്തെന്ന് പണ്ട് പറയുന്നു, ചൈനയുടെ ഭാഗമായിട്ട് അവർ സഹായിച്ച് ഉണ്ടാക്കിയതാന്ന് പറയുന്നു. അമേരിക്ക നമ്മുടെ വളരെ പഴയ കാലത്ത് നമ്മളുമായിട്ട് ഏറ്റവും വൈരാഗ്യത്തിൽ നിന്നും പാകിസ്ഥാന്റെ സ്വന്തം കക്ഷിയായിട്ട് നിന്നപ്പോൾ നമുക്ക് ആണവായുധം ഉണ്ടപ്പോൾ കൊടുത്തതാണെന്ന് പറയുന്നു. അപ്പം ഈ ആര് കൊടുത്തു എന്നുള്ളതല്ല, ഇപ്പോഴും അതിന്റെ ആ പാകിസ്ഥാനിൽ ഇത് സുരക്ഷിതമായിട്ടാണോ ഇരിക്കുന്നതിനെ പറ്റി അമേരിക്കയ്ക്ക് ആശങ്കയുണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ ആണവായുധം ഒരു പക്ഷേ ബലൂചിസ്ഥാൻ ആർമിയുടെ കയ്യിലോ, തെഹരിക്ക താലിബാന്റെ കയ്യിലോ, ഒരു അഫ്ഗാനിസ്ഥാന്റെ കയ്യിലോ, താലിബാന്റെ കയ്യിലോ, അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും പ്രോക്സി ഗ്രൂപ്പുകളുടെ കയ്യിലോ കിട്ടിയാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇത് പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസം തെഹരിക്ക താലിബാന്റെ വിഷയം നമ്മൾ കണ്ടതാണല്ലോ. തെഹരിക്ക താലിബാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യക്ക് അനുകൂലമായിട്ട് യുദ്ധം ചെയ്യാം, നിങ്ങൾ യുദ്ധം ചെയ്തോളൂ എന്നുള്ള രീതിയിൽ പ്രസ്താവന ഇറക്കി പരസ്യമായിട്ട്. വേറൊരു രാജ്യം നമ്മുടെ അടുത്ത് പറയുന്ന അതേ വലിപ്പത്തിൽ, അതേ സ്വഭാവത്തിൽ ബലൂചിസ്ഥാൻ ആർമി എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ അടുത്ത് പറഞ്ഞു ബലൂചിസ്ഥാൻ പറഞ്ഞ രാജ്യം എന്നുള്ള രീതിയിലേക്ക് അവർ തീരുമാനം എടുത്താ പറയുന്നത്. ബലൂചിസ്ഥാൻ ഇനി നിങ്ങളുടെ കൂടെയാണ്, അല്ലെ ബലൂചിസ്ഥാൻ ആർമി അത്തരത്തിൽ തീരുമാനം എടുത്തിരിക്കുന്നു. ഇന്ത്യ ഈ പറഞ്ഞ യുദ്ധം തുടരുകയാണെങ്കിൽ, നാളെ കാലത്ത് യുദ്ധം പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യാൻ ഞങ്ങൾ ഉണ്ടാവും. എന്നിട്ട് അവർ പറയുന്നത് പാകിസ്ഥാനെ വിശ്വസിക്കേണ്ട, പാകിസ്ഥാൻ ചതിയൻ രാജ്യമാണ്, ഈ രാജ്യമാണ് ഇതെല്ലാം ചെയ്തത്, ഈ രാജ്യമാണ്
ഈ ഭീകരന്മാരെ ഉൽപ്പാദിപ്പിക്കുന്നത്. അവര് തൽക്കാലത്തേക്ക് അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഒരുപക്ഷെ യുദ്ധം നിർത്താമെന്ന് പറഞ്ഞാണ്. അവരെ വിശ്വസിക്കേണ്ട, അവർ ഏത് സമയവും ആക്രമിക്കും. അതുകൊണ്ട് അവരെ ആക്രമിക്കാൻ ഇന്ത്യ തയ്യാറാണെങ്കിൽ ആക്രമിച്ചോളൂ, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള ആക്രമണം അതിന്റെ കൂടെ അല്ലെങ്കിൽ യുദ്ധം അതിന്റെ കൂടെ ഉണ്ടാകും എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു. അതുപോലെ തന്നെ TTP അവിടെ ഈ പറയുന്ന ഇവരോട് ഒന്നിച്ച് നിന്ന് അവരുടെ പ്രദേശങ്ങൾ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അമേരിക്ക വരാൻ കാരണം ഈ ആണവ കേന്ദ്രം ആക്രമിച്ചു, ആണവായുധം ഈ പറയുന്ന ഭീകരന്മാരുടെ കയ്യിലോ തെഹ്രീക്കെ താലിബാന്റെ കയ്യിലോ ബലൂചിസ്ഥാന്റെ കയ്യിലോ ആരുടെ കയ്യിൽ അകപ്പെട്ടാലും അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാന്റെ കയ്യിൽ ഏതെങ്കിലും രീതിയിൽ ചെന്നാലും അമേരിക്ക ഉൾപ്പെടെയുള്ള ലോക രാജ്യങ്ങൾക്ക് ത്രട്ടാണ്. അതായത് അവിടെ ആണവ വിസർണം നടന്നിട്ടുണ്ടോ എന്ന് പോലും സംശയമുണ്ട്. അപ്പൊ അത്തരത്തിലെ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കാരണം ഈ അക്രമത്തിൽ ഏതെങ്കിലും രീതിയിൽ ആണവ വിസർണം ഉണ്ടായാൽ തന്നെയും അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ യുദ്ധം നിർത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യുന്നതിന് വേണ്ടി അമേരിക്ക തയ്യാറാണ്. അത് ആണവായുധം പ്രയോഗിക്കാൻ പ്രാപ്തമായിട്ടുള്ള, നമ്മൾ ബേസുകൾ അടിച്ചു കളഞ്ഞല്ലോ. പാകിസ്ഥാൻ നമ്മളിലേക്ക് തിരിച്ചു വെച്ചിരുന്ന 13 അല്ലെങ്കിൽ വ്യോമ ബേസുകൾ അല്ലെങ്കിൽ യുദ്ധ ബേസുകൾ ഉൾപ്പെടെയുള്ളത് നമ്മൾ അടിച്ചു കളഞ്ഞു. നമ്മളിലേക്ക് യുദ്ധം ചെയ്യാൻ വെച്ചിരുന്ന അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബേസ് അല്ലെങ്കിൽ ആണവായുധം ഉപയോഗിക്കണമെങ്കിലുള്ള ബേസാണ് ഈ പറഞ്ഞ സർഗോദ എന്ന് പറയുന്ന നൂർഹാൻ എന്ന് പറയുന്ന എയർബേസ്. നൂർഹാൻ എന്ന് പറയുന്ന എയർബേസിലാണ് ഇവരുടെ ആ രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള എയർബേസ് ആണ്. അവിടെയാണ് ഇവരുടെ യുദ്ധസാമഗ്രികൾ സൂക്ഷിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ യുദ്ധസാമഗ്രികൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് അവിടെ നിന്നാണ്. ഈ പറയുന്ന ഫ്ലൈറ്റർ ജെറ്റുകളുടെ ഇന്ധനം നിറയ്ക്കുന്നത് അവിടെ നിന്നാണ്. ഈ ആണവായുധം ഒരുപക്ഷെ ഒരു രാജ്യത്തിന് ഉപയോഗിക്കണം എന്ന് കണ്ടാൽ, വേറെ രാജ്യത്തിലേക്ക് ഉപയോഗിക്കണമെന്ന് കണ്ടാൽ അത് തൊടുക്കാൻ പ്രാപ്തമായിട്ടുള്ള ഈ പറയുന്ന വേശികൾ അവിടുത്തെ റൺവേ ഉൾപ്പെടെ അടിച്ചു കളഞ്ഞു. അപ്പൊ ഇനി എന്ത് ചെയ്യും? അപ്പം ഈ പറയുന്ന ആണവായുധം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. ഇതേ രീതിയിൽ ക്ഷീണിച്ചു നിൽക്കുന്ന ഒരു രാജ്യമായിട്ട് പാകിസ്ഥാൻ നിൽക്കുമ്പോൾ, പട്ടാളക്കാർക്കൊന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുമ്പോൾ, അതിനകത്ത് ബലത്തെ അവിടുത്തെ പട്ടാളത്തെ പോലും അതിജീവിക്കാൻ കഴിയുന്ന രീതിയിൽ താലിബാൻ സേനയും തെഹ്രീക്കെ താലിബാനും ഈ പറയുന്ന ബലൂചിസ്ഥാൻ ആർമിയും എല്ലാം ഒന്നിച്ചു നിൽക്കുകയും അവർ ഒരേ മനസ്സ് പോലെ അവരുടെ ഒറ്റ മനസ്സായിട്ട് നിന്ന് പാകിസ്ഥാനെതിരെ നിൽക്കുമ്പോൾ ഇതൊക്കെ ഈ ഒരു അവസരത്തിൽ അവരുടെ കയ്യിലേക്ക് കൊണ്ടുപോകുന്നതിനോ അവർക്ക് കൈക്കലാക്കുന്നതിനോ പ്രയാസമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ വന്നാൽ അമേരിക്കയ്ക്ക് ഭയക്കണം, അങ്ങനെ വന്നാൽ ലോക രാജ്യങ്ങൾക്ക് ഭയക്കണം, അങ്ങനെ വന്നാൽ ലോകത്ത് മൊത്തമായിട്ട് പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ ഈ കാര്യങ്ങൾ അമേരിക്ക പറഞ്ഞില്ലെങ്കിലും ട്രംപിന്റെ ഒരു ട്വീറ്റ് വന്നാൽ നമ്മൾ പരിശോധിക്കാം. ഒരുപക്ഷെ നിർത്തിയിരിക്കണം, സമാധാനത്തിലേക്ക് പോകണം, ലക്ഷക്കണക്കിന് ആൾക്കാർ, മില്യൺസ് ഓഫ് ആൾക്കാർ മരിക്കാൻ സാധ്യതയുണ്ട് ഇത് മുന്നോട്ട് പോയാൽ. അത്രയും ആൾക്കാർ മരിക്കണമെങ്കിൽ ഒരു യുദ്ധം എത്ര നാൾ നീണ്ടുപോയാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ മരിക്കും. ലക്ഷക്കണക്കിന് ആൾക്കാർ മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകണമെങ്കിൽ അണുവായുധം അല്ലെങ്കിൽ അതിന്റെ വിസ്ഫോടനം ഉണ്ടാവണം. ഈ പറയുന്ന ഈ ഹില്ലിനകത്ത് പ്രശ്നം ഉണ്ടായാൽ ആ പ്രദേശം മൊത്തം വ്യാപിക്കത്തില്ലേ? ലോകത്ത് അയൽ രാജ്യങ്ങൾക്ക് ബാധിക്കത്തില്ലേ? എത്രയോ കിലോമീറ്റർ ചുറ്റുള്ളത് വരെ അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു വിഷയമല്ലല്ലോ. നമുക്കറിയാലോ, ഇന്ന് ലോകത്ത് ആദ്യമായിട്ട് ജപ്പാനിൽ അത് പരീക്ഷിച്ചു. അന്ന് അമേരിക്കയുടെ കയ്യിൽ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോഴും അവിടുത്തെ അവസ്ഥ അറിയാമല്ലോ. അപ്പൊ എത്രയോ കാലം കഴിഞ്ഞാലും, നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഇതിന്റെ എഫക്റ്റ് മാറാത്ത, ഒരിടത്ത് പ്രയോഗിച്ചാൽ ലോകത്തുടനീളം ഈ നാശമുണ്ടാക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഒരിടത്തിരുന്ന് അണുവിസരണം ഉണ്ടായാൽ പ്രദേശം മൊത്തം നശിക്കാൻ സാധ്യതയുള്ള ഒരു സംവിധാനമാണ് ഇത്. അത് അവിടെ കൊണ്ട് വെച്ചു കൊടുത്തിരിക്കുന്നത് ഒരുപക്ഷെ അമേരിക്ക ആയിരിക്കാം, പണ്ട് അമേരിക്ക കൊടുത്തതായിരിക്കാം, നമ്മൾ ഊഹിക്കുന്നതാണ്, വ്യക്തതയില്ല. അല്ലെങ്കിൽ ചൈന കൊടുത്തതായിരിക്കാം, അല്ലെങ്കിൽ തുർക്കി, അല്ലെങ്കിൽ നേരത്തെ വേറെ പലയിടത്തുനിന്നും കിട്ടിയതാണെന്നുള്ള രീതിയിൽ ആരോപണമുണ്ട്. പക്ഷെ അമേരിക്കയ്ക്ക് ഇതിന് താല്പര്യമുണ്ട്. ഇതിന്റെ നിയന്ത്രണം അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കുന്നു, എവിടെ ഇരിക്കുന്നു, സുരക്ഷിതമാണോ എന്ന് തിരക്കുന്നതും അല്ലെങ്കിൽ അതിന്റെ നിയന്ത്രണവും അമേരിക്കയുടെ കയ്യിൽ തന്നെയാണെന്നാണ് നമ്മൾക്ക് പലവട്ടങ്ങളിലും മനസ്സിലായിട്ടുള്ള, അല്ലെങ്കിൽ അത്തരത്തിൽ പല വാർത്തകളും നമ്മൾക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അത് വ്യക്തത വരുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആഭ്യന്തര വിഷയമായതുകൊണ്ടും അമേരിക്ക സമ്മതിച്ചു കൊടുക്കാനോ പാകിസ്ഥാൻ സമ്മതിച്ചു കൊടുക്കാനോ തയ്യാറല്ല. ഞാൻ ഈ പറഞ്ഞു വന്നത്, ഈ അമേരിക്ക വെപ്രാളം പിടിക്കുന്നത് അല്ലെങ്കിൽ പാകിസ്ഥാനിലെ യുദ്ധം നിർത്തുന്നതിന് വേണ്ടി അമേരിക്ക ഒരുപക്ഷെ ട്രംപ് മോദിയുടെ അടുത്ത് പറഞ്ഞത്, അല്ലെങ്കിൽ ഡയറക്റ്റ് ഈ പറയുന്ന പാകിസ്ഥാൻ നമ്മുടെ അടുത്ത് വിളിക്കാനുള്ള കാരണം അവരുടെ സൈനിക താവളങ്ങൾ മാത്രമല്ല, അണുവായുധ ശേഖരങ്ങൾ വരെ ലക്ഷ്യം വെച്ചു. അല്ലെങ്കിൽ ലക്ഷ്യം വെച്ചിടത്ത് വരെ നമ്മുടെ മിസൈലുകൾ എത്തി നമ്മളുടെ വിചാരിക്കുന്ന പോലെ ഇതിനെയെല്ലാം നിയന്ത്രിക്കാനും അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം നിയന്ത്രണം അവരുടെ കയ്യിൽ നിന്ന് വിടുതൽ ഉണ്ടാക്കുന്നതിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ അത് എങ്ങനെ ആയിത്തീരും, അത് എങ്ങനെയെങ്കിലും ആയി തീർന്നാൽ പോരാ,
സുരക്ഷിതമായിരിക്കണമെന്ന് അമേരിക്കയ്ക്ക് താല്പര്യമുണ്ടാകുന്നതാണ് അമേരിക്ക ഇടപെട്ടത്. അമേരിക്ക ഒരുപക്ഷെ പാകിസ്ഥാനിൽ പറന്നിറങ്ങിയത്, ഒരുപക്ഷെ അതിന്റെ സുരക്ഷ വിലയിരുത്തുന്നത്, അത് കൃത്യമായ രീതിയിലേക്ക് സുരക്ഷിതമായ സ്ഥലത്തേക്കും അല്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥലം വീണ്ടും സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബലൂചിസ്ഥാൻ ആർമിയും ഉൾപ്പെടെയുള്ളവർ വെല്ലുവിളിക്കുമ്പോൾ, അവർ ശക്തരാകുമ്പോൾ, പാകിസ്ഥാനെ പിളർത്താൻ നിൽക്കുമ്പോൾ അണ്വായുധത്തിന്റെ കാര്യത്തിൽ അമേരിക്ക താല്പര്യമെടുത്തേ മതിയാവും. അത് അമേരിക്കയുടെ രക്ഷയ്ക്കും ലോകത്തിന്റെ രക്ഷയ്ക്കുമാണ്. അതാണ് ഈ യുദ്ധം അല്ലെങ്കിൽ ഈ തിരിച്ചടി നിർത്തിയേക്ക്, ഇനിയും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഒന്നും ഉണ്ടാകത്തില്ല എന്ന് അമേരിക്ക പോലും ഇടപെടുന്ന ഒരു അവസ്ഥ ഉണ്ടായെന്നാണ് ഇപ്പോഴത്തെ പുതിയ വാർത്തകളിൽ നിന്നും അല്ലെങ്കിൽ അല്ലെങ്കിൽ പുതിയ ദേശീയ മാധ്യമങ്ങൾ കൊടുക്കുന്ന ഫീഡ്ബാക്കിൽ നിന്നുമൊക്കെ നമ്മൾ മനസ്സിലാകുന്നു. ഏതായാലും ബലൂചിസ്ഥാൻ ആർമി പരസ്യമായി രംഗത്ത്, TTP പരസ്യമായ രംഗത്ത്, താലിബാൻ പരസ്യമായ രംഗത്ത്, പാകിസ്ഥാൻ ഈ പറയുന്ന സിന്ദൂറിന് ശേഷവും രക്ഷപ്പെടുന്ന ഒരവസ്ഥയില്ല. നമ്മൾ അക്രമം നിർത്തിയെങ്കിലും ആഭ്യന്തര കലഹത്തിൽ കൂടിയും അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കൂടിയും അല്ലെങ്കിൽ ആ രാജ്യത്തിനുണ്ടാക്കിയ നാശനഷ്ടത്തിന്റെ കെയർ ഓഫിലും വീണ്ടും ഇതെല്ലാം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള സമ്പത്തിന്റെ കാര്യത്തിൽ എല്ലാ രീതിയിലും പാകിസ്ഥാൻ പെട്ടു എന്ന് വേണം നമ്മൾക്ക് കരുതാൻ. യെസ്, അതാണ് എല്ലാ രീതിയിലും പാകിസ്ഥാൻ പെട്ടു എന്നുള്ളത് തന്നെയാണ്. ന്യൂക്ലിയർ വെപ്പൺസിന് നേരെ അല്ലെങ്കിൽ ആണവായുധ കേന്ദ്രത്തിന് നേരെ നടത്തിയിരിക്കുന്ന ഒരു ആക്രമണത്തിൽ ഇതാ ഒടുവിൽ അമേരിക്കയും ഇടപെടുന്നു. അമേരിക്ക പാകിസ്ഥാനിൽ അമേരിക്കൻ വിമാനങ്ങൾ എത്തിയിട്ടുണ്ടെന്നുള്ള വാർത്തകൾ ഉൾപ്പെടെ പുറത്തു വരുന്നുണ്ട്. അതേസമയം പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. പാകിസ്ഥാനെ ആക്രമിക്കാൻ ഇന്ത്യക്കൊപ്പം നിൽക്കുമെന്നും അവർ ആവശ്യപ്പെടുകയാണ്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സാർ.